1 ലക്ഷം കോടി രൂപയുടെ വികസനം കിഫ്ബിയിലൂടെ ധനലഭ്യത ഉറപ്പാക്കി കേരള സർക്കാർ. കിഫ്ബി പാലക്കാടിന്റെ മുഖച്ഛായ മാറ്റുന്ന പദ്ധതികളാണ് കിഫ്ബി വഴി സർക്കാർ നടപ്പാക്കിയത്. സർക്കാർ ആശുപത്രികൾ ആധുനികവൽക്കരിച്ചു. നൂതന സാങ്കേതിക വിദ്യകൾ സ്കൂളുകളിൽ എത്തിച്ചു. പുതിയ റോഡുകളും പാലങ്ങളും ഗതാഗത മേഖലയ്ക്കും കുതിപ്പേകി. കിഫ്ബി വഴി പാലക്കാടിന്റെ മുഖച്ഛായ മാറ്റുന്ന ഒട്ടേറെ വികസന പദ്ധതികളാണ് നടപ്പായത്. പാലക്കാട് ജില്ലയിലെ അടിസ്ഥാന സൗകര്യങ്ങൾ ഉൾപ്പെടെ കിഫ്ബി വഴി നടപ്പാക്കി. ആരോഗ്യം, വിദ്യാഭ്യാസം, കുടിവെള്ളം, ഗതാഗത സൗകര്യം തുടങ്ങി നാടിന്റെ അടിസ്ഥാന വികസനത്തിന് വലിയ സംഭാവനയാണ് കിഫ്ബി നൽകിയത്. 126 കോടി രൂപ ചെലവഴിച്ച് പാലക്കാട് ജില്ലാ ആശുപത്രിക്ക് പുതിയ കെട്ടിടവും അനുബന്ധ സൗകര്യങ്ങളും ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. 71 കോടി 51 ലക്ഷം രൂപ ചെലവഴിച്ച് ചിറ്റൂർ താലൂക്ക് ആശുപത്രി നവീകരിച്ചു. 15 കോടി രൂപ ചെലവഴിച്ച് ആലത്തൂർ താലൂക്ക് ആശുപത്രിക്കും ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിക്കും പുതിയ കെട്ടിടങ്ങൾ നിർമ്മിച്ചു. തൃത്താല കുടുംബാരോഗ്യ കേന്ദ്രത്തിന് 12.5 കോടി നൽകി. ബജറ്റിന് പുറത്തുനിന്നും കിഫ്ബി വഴി ഫണ്ട് ലഭിച്ചിരുന്നില്ലെങ്കിൽ ഈ വികസനങ്ങളൊന്നും സാധ്യമാകില്ലെന്നും എണ്ണമറ്റ പദ്ധതികളാണ് ഒറ്റപ്പാലത്തും മറ്റുള്ള മണ്ഡലങ്ങളിലും നടപ്പാക്കിയതെന്നും കെ പ്രേംകുമാർ MLA പറഞ്ഞു. എല്ലാ മണ്ഡലങ്ങളിലും ഏറ്റവും ചുരുങ്ങിയത് 5 മുതൽ 10 വരെ പ്രവൃത്തി കിഫ്ബിയിൽ പൂർത്തീകരിക്കുകയോ നടന്നുകൊണ്ടിരിക്കുകയോ ചെയ്യുന്ന പദ്ധതികളുണ്ട് എന്ന് അഭിമാനപൂർവ്വം നമുക്ക് പറയാൻ സാധിക്കും. 29 കോടി രൂപ ചെലവഴിച്ച് പോത്തുണ്ടി ഫിൽറ്റർ പ്ലാന്റ് നിർമ്മിക്കുകയും 39 കോടിയുടെ എലവഞ്ചേരി കുടിവെള്ള പദ്ധതി യാഥാർത്ഥ്യമാക്കുകയും ചെയ്തതോടെ നെന്മാറ മണ്ഡലത്തിന്റെ കുടിവെള്ള പ്രശ്നത്തിന് ഒരു പരിധിവരെ പരിഹാരമായി. അട്ടപ്പാടി ചുരം റോഡിന് 150 കോടിയും കോങ്ങാട് മണ്ണാർക്കാട് ടിപ്പു സുൽത്താൻ റോഡിന് 59 കോടിയും ചിറക്കൽപ്പടി കാഞ്ഞിരപ്പുഴ റോഡിന് 37 കോടിയും ചിലവഴിച്ചു. പട്ടാമ്പിയിൽ പുതുതായി നിർമ്മിക്കുന്ന പാലത്തിന് 55 കോടിയാണ് നൽകിയിരിക്കുന്നത്. 10 കോടി ചെലവഴിച്ച് അരങ്ങാട്ടുകടവ് പാലവും തെന്നിലാപുരം പാലവും നിർമ്മിച്ചു. 13 കോടി 56 ലക്ഷം രൂപ പത്തിരിപ്പാല ഗവൺമെന്റ് കോളേജ് നിർമ്മാണത്തിനായി നൽകി. കുമരപുരം ഹയർ സെക്കൻഡറി സ്കൂൾ ഉൾപ്പെടെ നിരവധി സർക്കാർ സ്കൂളുകളിൽ പുതിയ കെട്ടിടങ്ങൾ നിർമ്മിച്ചു. വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് അവരെല്ലാം ചേർത്ത് പിടിക്കുന്ന ഒരു വലിയൊരു കാര്യമാണ് സർക്കാർ ചെയ്തിട്ടുള്ളത്. പറളി സ്കൂളിലെ സ്പോർട്സ് കോംപ്ലക്സ് കായിക കേരളത്തിന് പുതിയ കുതിപ്പാകും. 105 കോടി രൂപ ചെലവഴിച്ച് നിർമ്മിക്കുന്ന തൃത്താല കാങ്കപ്പുഴ റെഗുലേറ്റർ, 35 കോടി ചെലവഴിച്ച് നിർമ്മിക്കുന്ന കൂട്ടക്കാവ് റെഗുലേറ്റർ കം ബ്രിഡ്ജ് എന്നിവയെല്ലാം നാടിന്റെ വികസന കുതിപ്പാണ്. കിഫ്ബിയുടെ ഫണ്ട് ഉപയോഗിച്ചാണ് ചെർപ്പുളശ്ശേരി നഗരം നവീകരിച്ചത്. കുറ്റമറ്റ രീതിയിൽ പദ്ധതികൾ പൂർത്തിയാക്കാൻ കഴിഞ്ഞതും കിഫ്ബിയെ കൂടുതൽ ജനകീയമാക്കുന്നു. സുസ്ഥിരവും സമഗ്രവുമായ വികസന പ്രവർത്തനങ്ങൾ നടപ്പായി. ക്യാമറാമാൻ രാജീവ് സുദേവനൊപ്പം ഷാരിഖ് നവാസ്, 24 പാലക്കാട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.